കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് വിജയപഥത്തിലൂടെ മുന്നേറുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ചെയർപേഴ്സൺ ജിജി ജോസഫുമായിട്ടുള്ള നമ്മുടെ വർത്തമാനം ഈ ലക്കത്തിൽ തുടരുകയാണ്. നമുക്ക് വീണ്ടും ഫ്രെയിമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ LBS സ്കിൽ കോഴ്സുകൾ അത് സർക്കാരിൻ്റെ അല്ലേ? അതെ. അപ്പം അത് നമ്മൾ സ്ഥാപനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഡ് വരുന്നുണ്ടല്ലോ. അതെ 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 അത് ചെയ്യുന്നുണ്ടോ? അതിപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ LBSൻ്റെ സ്കിൽ സെൻറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ, പിന്നെ നിരവധി സ്കിൽ കോഴ്സുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ മെയിനായിട്ട് ഒരു 4-5 കോഴ്സാണ് ഞാനത് എടുത്ത് നടത്താറുള്ളത്. അതിനും പിള്ളേർ ഉണ്ട്, പഠിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു സെൻറ്ററിനേക്കാളും ഒരു വ്യത്യസ്തത എൻ്റെ സ്ഥാപനത്തിനുണ്ട് ഈ 2 വർഷമായിട്ട്. കാരണം പല സെൻറ്ററിലും ആ കോഴ്സുകൾ മാത്രം പഠിപ്പിച്ച് വിടാറുണ്ട്. പിള്ളേർക്ക് അത്യാവശ്യത്തിന് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് അവരെ കമ്പ്യൂട്ടർ കോഴ്സുകളും പഠിപ്പിച്ചിറക്കുകയാണ്, ഒരു പൈസയും വാങ്ങാതെ. എനിക്കെന്നാൽ LBSന് കമ്പ്യൂട്ടർ കോഴ്സുണ്ട്. അതിന് LBSന് എക്സാമിൻ്റെ ഫീസ് അവിടെ അടയ്ക്കണം. അത് നിശ്ചിത തുക, അത് പിള്ളേരുടെ നിന്ന് കളക്ട് ചെയ്ത് ആ എക്സാമിനുള്ള പൈസ വാങ്ങാറുണ്ട്. അല്ലാതെ ഈ പിള്ളേരുടെ നിന്ന് ഒന്നും ഇതുവരെ ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ പൈസ പോലും ഞാൻ വാങ്ങിച്ച് എടുക്കാറില്ല. അവർക്കത് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സ് കൊടുക്കാറുള്ളത്. സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ, അതും ആഴ്ചയിൽ ഒരു ദിവസം പ്രൊഫസർമാരെ വിളിച്ച് അതും കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ വരെ ആണ് ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എത്ര നല്ലത് ചെയ്തു കൊടുത്താലും ആരും തൃപ്തിയല്ലല്ലോ, അല്ലല്ലേ? നമ്മൾ എത്ര നല്ല കാര്യം ചെയ്തു കൊടുത്താലും ഇതിലൊന്നും ആരും തൃപ്തിയല്ല. പിന്നെ പലരും പലതും പറയും, പക്ഷേ അതിനോടൊപ്പം ചെന്ന് കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാനോ നിന്നും അതിനേ ടൈം കാണുള്ളൂ. ഈ അവാർഡുകൾ ഇത്രയും വർഷത്തെ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ബേസിലോ അല്ലെങ്കിൽ തന്നെ ചെയ്യുന്ന സേവനങ്ങളുടെ ബേസിലോ ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു പുരസ്കാരങ്ങൾ? എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. എനിക്ക് ചുറ്റും, ഞാൻ എന്നെ ഇരിക്കുന്ന ഓഫീസിന് ചുറ്റും ഇങ്ങനെ അവാർഡാണ്. അതിൻ്റെ നടുക്കാണ് ഞാൻ ഇരിക്കാറുള്ളത്. അഹങ്കാരമല്ല, കണ്ണ് നിറയാണ് അതൊക്കെ കാണുമ്പോഴത്തേക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിയിട്ടും എനിക്കൊരു അഹങ്കാരവും ഇതുവരെ വന്നിട്ടില്ല, ഇനി ഒട്ടും വരുന്നുമില്ല. കാരണം ഒറ്റയ്ക്ക് പിന്നെ കഠിനാധ്വാനം കൊണ്ട് എത്തിയതിൻ്റെ നിലയിലും എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ചാരിറ്റി തലത്തിലും എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ 2 രീതിയിലാണ് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്ഥാപനം ഒരു ലേഡി എന്ന രീതിയിൽ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ലേഡി, അതിനൊക്കെ പ്രത്യേകം പേരുകൾ അവർ വിളിക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള നല്ല കാര്യമാണ്, സന്തോഷമുള്ള പേരാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. ഗവർണറിൻ്റെ വരെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് തന്നെ ഞാൻ ഈ പുരസ്കാരങ്ങൾ എടുത്തു ചോദിക്കാൻ കാര്യം. ഗവർണറുടെ അവാർഡൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞൊരു അതെ അതെ ഗവർണറുടെ അതെ അതെ അതെ. ഇനി ഒരു വനിത എന്ന നിലയിൽ ഇതുവരെ എത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് എത്തിയെന്ന് പറഞ്ഞു. വളർച്ചയിൽ പിന്നെ അസൂയാലുക്കളായിട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള വഴി തടസ്സങ്ങൾ സൃഷ്ടിച്ചു, അവിടെ നിന്നും കടന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. സ്വന്തമായി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഈ ലോകത്ത് ഒരു അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനപ്പുറത്തൊരു ബാക്ക് സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഹസ്ബൻഡ് വളരെ നേരത്തെ തന്നെ നമ്മുടെ ഇന്ന് വിട്ടുപോയ ആളാണ്. പിന്നുള്ളത് മക്കളാണ്. തുടക്ക സമയത്ത് അവരെല്ലാം ചെറുതായിരുന്നു. ഇപ്പോൾ അവർ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. അവരുടെ അറിവിന് ശേഷം, അവർക്ക് നല്ല അറിവായതിനു ശേഷമുള്ള അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അതിനു മുമ്പേ നമ്മുടെ ട്രസ്റ്റിനൊരു സെക്രട്ടറി ഉണ്ട്. സാറിൻ്റെ പേര് സുരേഷ് എന്നാണ്. സാറ് മൊറോക്കയിലാണ്, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറാണ്. പുള്ളിയുടെ ഒരു സപ്പോർട്ട് വളരെ എനിക്കും എൻ്റെ കോളേജിനും ട്രസ്റ്റിനും വളരെ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ അത് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട ഒരു ഗൈഡ് ലൈൻ ഏത് രാജ്യത്തിരുന്നാലും പുള്ളി ചെയ്തു തരാറുണ്ട്. ഇപ്പം ഒരു 3-4 വർഷമായിട്ട് എൻ്റെ മകൻ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് മകനുണ്ട്. ഓരോ അവൻ്റെ തലയാണെന്ന് തന്നെ പറയാം. എന്നോട് ഇത് ചെയ്യുക അത് ചെയ്യുമെന്ന് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അവൻ തന്നെയാണ് എനിക്ക് പ്രചോദനമായിട്ട് പറഞ്ഞു തരുന്നതും എനിക്കത് പ്രാവർത്തികമാക്കാനും പറ്റുന്നത് എൻ്റെ മകൻ്റെ സപ്പോർട്ട് കൂടിയാണ്. ആളിപ്പോൾ ഇവിടെയാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മകന് നമ്മുടെ കൊറോണ സമയത്താണ് MBBS കഴിഞ്ഞത്. ചൈനയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് MBBS പഠിച്ച് വന്നപ്പോഴത്തേന് ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിയില്ല.
മനസ്സിലായില്ലേ? അപ്പം നാട്ടിലായിരുന്നു. ആ നാട്ടിലായിരുന്ന ഒരു കാലഘട്ടത്താണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. കോളേജ് ഒരുപാട് വികസിപ്പിച്ചെടുക്കാനും സാധിച്ചത് അവൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പം അവൻ ഇപ്പോൾ ഒരു 9 മാസമായിട്ട് വീണ്ടും ചൈനയ്ക്ക് പോയേക്കുവാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നവംബർ കൊണ്ട് ഇന്റേൺഷിപ്പ് തീരും. വീണ്ടും എന്നോടൊപ്പം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അടുത്ത പദ്ധതികൾ ഒരുപാടുണ്ട്. അതെ. മകളെ സംബന്ധിച്ച് അവൾ ജോർജിയയിൽ MBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ, അപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് നല്ല സൗഹൃദങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ല ഓർമ്മകൾ എനിക്കറിയില്ല, അത് നല്ല ഓർമ്മകൾ തന്നെയാണ്. രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയാറില്ല. എല്ലാ രാഷ്ട്രീയക്കാരും എന്നോടൊപ്പം, ഞാനും അവരോടൊപ്പം ചേർന്നതാണ് പോകുന്നത്. അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. മെഡിക്കോ ഫെസ്റ്റ് അതൊരു നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു അഡ്രസ്സ് ചെയ്ത് തരുന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. ഓരോ വർഷം കഴിയും തോറും ആ മെഡിക്കോ ഫെസ്റ്റിൻ്റെ മെത്തേഡ് തന്നെ, ഓരോ ഫോർമാറ്റ് തന്നെ മാറ്റി ഓരോ വർഷം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് അറിവ്. അത്തരത്തിലൊരു ചിന്തയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അത് പെട്ടെന്ന് ഡോക്ടർ ജ്യോതിഷിൻ്റെ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഡോക്ടർ ജ്യോതിഷിൻ്റെ തലയിൽ ഉദിച്ചു. അതാണ് ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എയിമെന്ന് പറയുന്നത് അറിയാമല്ലോ. ഇപ്പം മെയിനായിട്ട് നിരാലംബരായവർ, എണീറ്റ് നടക്കാൻ പറ്റാത്തവർ, പല സാഹചര്യം കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, ഇവരെയൊക്കെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകളാണ് ചെയ്തു കൊടുക്കുന്നത്. അതൊരു വലിയ മെഗാ ഫെസ്റ്റായിട്ട് ഞങ്ങൾ എടുത്തു. ആദ്യം ഞങ്ങൾ ഓരോ വീടുകൾ തോറും ചെന്ന് ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങ് ആലോചിച്ചു, അതിന് വലിയൊരു ഫെസ്റ്റായിട്ട്, ഒരു ഈവൻ്റായിട്ട് നമുക്ക് എടുത്താലോ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ 2 വർഷക്കാലമായിട്ട് ഞങ്ങളത് ആ ഫെസ്റ്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലൈവിൽ തന്നെ നമുക്ക് അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കുറിച്ച് പറഞ്ഞില്ല. അച്ഛൻ ഒരു വലിയ വേദനയാണ്. വലിയ മനുഷ്യനായിരുന്നു. വലിയ വേദനയാണ്. എൻ്റെ തീരാ നഷ്ടമാണ് അച്ഛൻ. ഒന്ന് വിഷമിച്ചാൽ, ഒരു സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ. അത് നമ്മൾ ആ മരണം വലിയൊരു എന്താ പറയുക, വേദന സമ്മാനിച്ചൊരു വിയോഗമായിരുന്നു. എന്തിനും ഏതിനും അച്ഛൻ വലിയ ബാക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു ഒരു സമയത്ത്. പിന്നീടുണ്ടായ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ഫുൾ സപ്പോർട്ടായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അച്ഛൻ തരുമായിരുന്നു. ഒരു സാമ്പത്തിക സപ്പോർട്ടും എനിക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസം വരെ ആവുന്നു അച്ഛൻ്റെ മരണം. എന്നെ വളരെ വേദനിപ്പിച്ചു. പക്ഷേ ആ വേദനയിൽ നിന്നും ഞാൻ മുന്നോട്ട് വരികയാണ്. എന്താണ് പുതിയ ആഗ്രഹങ്ങൾ? എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് സമൂഹ വിഭാഗം. അത് 1-2 പേർക്ക് വേണ്ടി ആ കാര്യം എനിക്ക് ചെയ്തു കൊടുക്കണം. പിന്നെ വീടില്ലാത്തവർക്ക് 1-2 പേർക്കൊക്കെ വീട് കൊടുക്കണം. അങ്ങനെ കുറേ പ്രോജക്റ്റുകളുമായിട്ടാണ് അടുത്ത് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് സ്ഥാപനത്തിൽ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷേപമുണ്ട്. അതിങ്ങനെ പരക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ വൈകിപ്പിക്കുന്നതാണോ, അതോ അതിൻ്റെ മറ്റേതെങ്കിലും തരത്തിൽ അത് തടസ്സം വരുന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു കാരണം? ഞാൻ പറഞ്ഞില്ലേ, ഇത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണെന്ന്. ഡൽഹി ബോർഡിൻ്റെ കോഴ്സ്. അപ്പോൾ മാർച്ച് മാസത്തിൽ എക്സാം കഴിഞ്ഞ് ഒരു ഏപ്രിൽ മെയ് ജൂണിലൂടെ നമുക്ക് മാർക്ക് ഷീറ്റൊക്കെ ഒരു 2.5 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ സമയം ഇതല്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമും ടൈമുകളും വരുന്നത്. അപ്പോൾ അതിൻ്റേതായ കാലതാമസം അവിടെ ഉണ്ടാവും. നമ്മൾ +2 പഠിക്കുന്ന ഒരു കാലയളവ് ആണ് ഇയർ മാർച്ച് മാസം. പിള്ളേരൊക്കെ ആ ഒരു ഡേറ്റും ഇയറുമാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ടൈമുകളുണ്ട്. എക്സാം കഴിഞ്ഞ് ഒരു 1.5-2 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. അത് സൈറ്റിൽ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് മാർക്ക് ഷീറ്റ് കിട്ടും. ചിലപ്പോൾ 3 വർഷത്തെ മാർക്ക് ഷീറ്റ് ഒന്നിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത്. മാർക്ക് ഷീറ്റ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സർട്ടിഫിക്കറ്റിന് പല പ്രശ്നം എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, +2 കഴിഞ്ഞിട്ട് കുറച്ച് പിള്ളേർ ക്യാപ്പിടും. അത് വേറെ ഒന്നും പഠിക്കാതെ വീട്ടിൽ നിൽക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോവുകയോ അവിടെ കണ്ടിന്യൂ ചെയ്യാതെ നിർത്തിയിടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു ക്യാപ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടും.
അപ്പോൾ ആ ക്യാപ് സർട്ടിഫിക്കറ്റും കൊടുത്ത് പിന്നെയാണ് അടുത്ത സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്. അതൊന്നും എൻ്റെ തെറ്റല്ല, അതൊക്കെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കിവിടെ അവർക്ക് ട്യൂഷൻ കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എക്സാം യൂണിവേഴ്സിറ്റി പറയുന്നു, ആ ടൈമിൽ എക്സാം നടത്തുന്നു, പിന്നെ മാർക്ക് ഷീറ്റ്, റിസൾട്ട് എല്ലാം അവരാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് ഘട്ടത്തിലാണ് എല്ലാ ഇയറിലെയും എക്സാം കഴിഞ്ഞതിന് ശേഷം മാർക്ക് ഷീറ്റൊക്കെ കിട്ടിയതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അത് ഞാനല്ല അപ്ലൈ ചെയ്യുന്നത്, സ്റ്റുഡൻസ് തന്നെയാണ് ഓൺലൈൻ കയറി അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നമ്മളിപ്പം എവിടെയാണോ യൂണിവേഴ്സിറ്റി, ഞാൻ രാജസ്ഥാൻ ബേസ് ചെയ്താണ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നത്. ഈ രാജസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ചെന്നാണ് സർട്ടിഫിക്കറ്റ് കോൺവക്കേഷൻ കൈപ്പറ്റുന്നത്. അത് തെറ്റാണോ? അവിടെ പോയി വാങ്ങണം. അത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അതും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ചിലപ്പം 1 വർഷം യൂണിവേഴ്സിറ്റി പോയി എഴുതേണ്ടി വരും. സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടത് യൂണിവേഴ്സിറ്റിയിലാണ്. ഇതിനു മുമ്പേ പിള്ളേർ യൂണിവേഴ്സിറ്റി പോയി തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടുള്ളത്. അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് ഞാനായിട്ട് ലേറ്റാകുന്ന ഒരു കാര്യമല്ല. കേരള സർക്കാർ പോലും ഇപ്പം തന്നെ എൻ്റെ മരുമകൻ ഇപ്പം LLB പഠിച്ചിറങ്ങി. അപ്പോൾ അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അവൻ എത്ര നാൾ കയറി ഇറങ്ങി കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും. അപ്പോൾ ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത്രയും ലേറ്റാവും. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഒരു ടൈം അനുസരിച്ചേ നമുക്ക് സർട്ടിഫിക്കറ്റോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ എത്തുള്ളൂ. എൻ്റെ കയ്യിലും അല്ല, പിള്ളേരുടെ വീട്ടിലാണ് പോസ്റ്റ് വഴി പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി പോയി കൈപ്പറ്റുമായിരുന്നു, അതായത് ഒരു 5-6 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇത് കുട്ടികൾ ചെന്ന് യൂണിവേഴ്സിറ്റി ചെന്നാണ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നത്. എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വാസ്തവം. നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും ഈ കോഴ്സുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ അധ്യാപകരെയാണോ നമ്മളിതിനകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതായത് PG കഴിഞ്ഞ അധ്യാപകർ വരെ എൻ്റെ കോളേജിലുണ്ട്, ഡിഗ്രി കഴിഞ്ഞവർ, പിന്നെ എന്താ പറയുന്നത് റിട്ടയർഡായ അധ്യാപകർ, പിന്നെ ഡോക്ടേഴ്സുമാരുണ്ട്. ഇവരെല്ലാവരുമാണ് പിന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ IMA സഹകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് ചെയ്തതായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഹെമ മേഡം നെടുമങ്ങാട് IMA പ്രസിഡൻ്റാണ്. മേഡവും ഞാനും അല്ലെങ്കിൽ എൻ്റെ കോളേജുമായിട്ട് എല്ലാ പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റുമാണ് എൻ്റെ മേഡം എന്ന് പറയുന്നത്. നമ്മുടെ ട്രസ്റ്റിൻ്റെയും മെയിൻ ഒരു ഭാരവാഹിത്വം മേഡം ഉണ്ട്. പോരാഞ്ഞിട്ട് അവരുടെ ഏത് പ്രോഗ്രാമിനും ഞാനും എൻ്റെ കോളേജും കൂടെ ടൈപ്പ് ചെയ്താണ് ഞങ്ങൾ പല പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലഡ് ഡൊണേഷൻ ആകട്ടെ, ഐയുടെ ആകട്ടെ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് ഞങ്ങൾ നടത്താറുണ്ട്. ഈ ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പ്രധാനപ്പെട്ട മെഡിക്കൽ ഡേയ്സ് എല്ലാം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെന്നാണ് അറിവ്. അങ്ങനെയൊക്കെയാണോ ശരിക്കും? ഇമ്പോർട്ടൻസ് ഡേറ്റുകൾ അത് വ്യക്തമായിട്ടും ഞങ്ങൾ കുട്ടികളെ അറിയിക്കുകയും ആ ഡേറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് എന്താണോ നമുക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, സമൂഹത്തിന് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നത്. അതിൽ ഒന്നും കൂടെ പറയാം, ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെടുക്കുന്ന കോഴ്സുകൾ മാത്രമല്ല ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് പ്രവർത്തിക്കണം, മനസ്സിലായില്ലേ, അവരോടൊക്കെ എങ്ങനെ പെരുമാറണം, ആ രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതിയും കൂടെയാണ് മെഡിക്കോ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടായിക്കട്ടെ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫിൻ്റെ കീഴിൽ ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി കാഴ്ചവെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മനസ്സിലാകുന്നൊരു കാര്യം, ഇവിടെ പഠിച്ചിറങ്ങുന്നൊരു കുട്ടി ഒരു പൊതു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഒരു സാധാരണ നിർധനരായ, അപ്പോൾ അത്തരത്തിലൊരാൾ അത് ജെന്യൂനാണെങ്കിൽ അയാളെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളത് നമ്മുടെ കുട്ടി അങ്ങനെ ഒരു ദൃശ്യം നമ്മുടെ കുട്ടിയുടെ ദൃശ്യപഥത്തിൽ വരികയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? സാധാരണ പിള്ളേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളിവിടെ നിന്ന് ഗൈഡെല്ലാം കൊടുക്കുവാണല്ലോ. അപ്പം അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ അവർ നോക്കും. അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയും, മേഡം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, മേഡത്തിന് അത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് കറക്റ്റായിട്ടും അവരാവശ്യപ്പെടുന്നിടത്തു ഞാൻ ചെല്ലും, വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവശത അനുഭവിക്കുന്ന ഒരാളെ ആരെങ്കിലും നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ചെന്ന് കാണാൻ ഞാൻ അവരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇന്നുവരെയും.
അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല പ്രോഗ്രാമുകളിലൊക്കെ ഇതേപോലെയുള്ള എന്താ പറയുന്നത്, സ്കൂൾ വാർഷികമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവാർഡൊക്കെ വാങ്ങാൻ പോകുമ്പോഴായിരിക്കും അവിടെ അവർ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും, അവർ സന്തോഷം പങ്കിടും. മേഡം അത് ചെയ്തു തന്നത് ഇന്ന് എൻ്റെ കുട്ടിക്ക് നല്ല കാര്യമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അച്ഛന് എനിക്ക് എണിച്ചെടുക്കാൻ വയ്യാത്ത എൻ്റെ അച്ഛന് ആ ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയതുകൊണ്ട് എൻ്റെ അച്ഛൻ അതിലിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റി. ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം അത് കിട്ടുമ്പം ഞാൻ ചെയ്തതിനേക്കാൾ ഉപരി അവരുടെ തിരിച്ച് ആ ഒരു ഇത്, അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ആദ്യമായി മെഡിക്കൽ ഫെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരാൾക്കൊരു ഇലക്ട്രിക്കൽ വീൽ ചെയർ കൊടുത്ത് ഒന്നല്ല, അതിലൊരാള് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതമാർഗം എന്ന നിലയിൽ ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ നടത്തിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു വലിയ പോസിറ്റീവാണ്. ഇനി മുന്നോട്ട് പോകുന്ന യാത്രയിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മളെ ഊർജം, അല്ലേ? കഴിഞ്ഞ വർഷം അറിഞ്ഞോന്നറിയില്ല, ഇതുപോലെ കാലിരണ്ട് സ്വാധീനമില്ലാത്തവരാണ്, അവർ എടുത്തോണ്ടാണ് സ്റ്റേജിൽ വന്നത്. എടുത്തോണ്ട് സ്റ്റേജിൽ വന്ന് ആ ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരുത്തി ഇപ്പം അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന കരച്ചിലായിരുന്നു. ഇതുവരെ എനിക്ക് കിട്ടാത്ത എന്തോ എനിക്ക് നേടിത്തന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് വരുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പം പ്രധാനമായും ഹോസ്റ്റൽ സൗകര്യം ഒരു പ്രധാന ഘടകമാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ? വയനാടുള്ള പിള്ളേരുണ്ട്, മലപ്പുറത്തെ പിള്ളേരുണ്ട്, പത്തനംതിട്ടയിലുള്ള, ഇങ്ങനെ വിവിധ സ്ഥലങ്ങൾ ജില്ലയിലുള്ള പിള്ളേർ എന്നോടൊപ്പം ഉണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ സെക്കൻഡ് ഫ്ലോറിൽ ഒരു കുറച്ച് പിള്ളേർ, 10-18ഓളം പിള്ളേരെ എൻ്റെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എൻ്റെ മക്കൾ രണ്ടുപേരും ഇല്ല, അവർ വിദേശത്താണ്. അപ്പം എനിക്ക് അവർ എൻ്റെ മക്കളെ പോലെ രീതിയിൽ ഞാൻ അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് ചെറിയ തുകയൊക്കെ വാങ്ങിക്കാറുണ്ട്. കാരണം നമുക്കൊന്നും അങ്ങനത്തെ നമുക്ക് കൊടുക്കാറില്ലല്ലോ, ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഫ്രീ ആയിട്ട് പഠിക്കുന്ന കുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അനാഥ മന്ദിരത്തിൽ ചെന്നപ്പം എനിക്ക് കിട്ടിയ ഒരു കുട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്ത് ഫ്രീ ആയിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ബാക്കി നമ്മളൊരു തുക പറയുന്നുണ്ട്, ആ തുക മാസം തോറും വാങ്ങിച്ചിട്ട് തന്നെ. പക്ഷേ മാസം തോറും ആര് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 5, 6, 8 മാസത്തെ പൈസകൾ എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൃത്യമായിട്ട് കൊടുക്കുന്നു. പോരാഞ്ഞിട്ട് പുറത്തും അതിൻ്റെ തൊട്ടടുത്തുള്ള 1-2 എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇവിടെയും ഹോസ്റ്റൽ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഈ കുട്ടികളോടുള്ള ഒരു ഇടപെടൽ പലപ്പോഴും കുട്ടികൾ പറഞ്ഞു തന്നെ കേട്ടിട്ടുള്ളതാണ്, ഒരമ്മയെ പോലെ എന്ന്. അമ്മയെ പോലെ എന്നല്ല, പലപ്പോഴും അമ്മയായിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം കുട്ടികളോട് ഉണ്ട്? പിന്നെ ചില സമയങ്ങൾ അവർ തന്നെ പറയുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാഡം, ഒരു രക്ഷയില്ല, ചില സമയത്ത് തീപ്പൊരിയായിരിക്കും എന്നൊക്കെ കുട്ടികൾ പറയുന്നതും കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ഞാൻ ഓഫീസ് കസേരയിൽ ഇരുന്നാൽ എൻ്റെ സ്വഭാവം മാറും, ആ രീതിയിൽ കാണും. പക്ഷെ പുറത്തിറങ്ങിയാൽ ഞാൻ എൻ്റെതായ ആ വ്യക്തിയെ മാറ്റിയിട്ട് ഒരു അമ്മയെന്നുള്ള ഒരു എന്താ പറയുന്നത്, അതെനിക്ക്, കാരണം എൻ്റെ മക്കളും സ്ഥലത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ ശരീരത്തിലുണ്ടാവും. എനിക്ക് അവരോടൊപ്പം അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് റൂമുകളിൽ ചെന്നാൽ ആ സമയം സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷേ ക്ലാസ്സിന് വെളിയിലിറങ്ങി അവർ നോടി വന്നോട്ടെ മേഡം എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ അവരെ അങ്ങോട്ട് പിടിച്ചെൻ്റെ മാറോട് ചേർക്കും. പറഞ്ഞു മനസ്സിലായല്ലേ? അപ്പം ക്ലാസ് റൂമുകളിലും ഓഫീസ് റൂമുകളിലും മാത്രമേ ഞാൻ സ്ട്രിക്റ്റ് ഉള്ളൂ. ക്ലാസ്സുകളിൽ ഓഫീസ് റൂമിൻ്റെ വെളിയിലും ക്ലാസ് റൂമിൻ്റെ വെളിയിലും പുറത്തായാലും സാധാരണ സ്ത്രീ തന്നെയാണ്. അന്നും ഇന്നും അത് മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിനി എത്ര പൊസിഷനിൽ എത്തിയില്ലേ എന്നല്ല അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടും ആശയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു നല്ല കോളേജ് ക്യാമ്പസ്. 25 വർഷമായി ഒരേ കെട്ടിടത്തിൽ തന്നെയാണോ നമ്മൾ? ഏതാണ്ട് ഒരു 25 വർഷമായില്ല, ഒരു എന്നാലും എന്താ പറയണ്ടേ, ഒരു 20-22 വർഷം ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെ. അപ്പോൾ ഇതിന്റെ വർഷാവർഷമുള്ള ഫിറ്റ്നസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് തന്നെയാണ്, എല്ലാ സംവിധാനവും ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം, യൂണിവേഴ്സിറ്റിയുടെ MOU വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ്, സ്വന്തമായിട്ടൊരു കോളേജ്, ഒരു നല്ല എല്ലാ സൗകര്യങ്ങളും, ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഒരു സമുച്ചയം മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. 25 വർഷമായില്ലേ, ഇനി അങ്ങോട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ? നമ്മൾ സമൂഹത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു വലിയ ക്യാമ്പസ്, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ എന്തായാലും വളരെ വേഗം അത്തരത്തിലൊരു ക്യാമ്പസ് നമുക്ക് സ്വപ്നം കാണുന്നത് പോലെ തന്നെ പ്രാവർത്തികമാകട്ടെ.
അപ്പോൾ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കണം നമുക്കപ്പോഴും. എന്തായാലും ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ്റെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും നന്മകളുമൊക്കെ തുടരട്ടെ. വീണ്ടും കാണാം. സ്നേഹം, നന്ദി, നമസ്കാരം.